എല്ലാവർക്കും നമസ്കാരം. മനസ്സിലൊട്ടും പ്രതീക്ഷയില്ലാതെ ഇനി ജീവിതത്തിൽ എന്തു ചെയ്യണം എന്നറിയാതെ ഒരുപക്ഷേ ദൈവവിശ്വാസം പോലും നഷ്ടപ്പെടുന്ന തരത്തിൽ അത്രയധികം പ്രതിസന്ധികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അവർക്കായി തികച്ചും ആശ്വാസകരമായ ഒരു സന്ദേശവുമായാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. നമ്മുടെ കേരള പഞ്ചാംഗപ്രകാരം ഗ്രഹനിലകളിൽ വന്നിരിക്കുന്ന ഏറ്റവും പുതിയതും സവിശേഷവുമായ മാറ്റങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ഇനിയങ്ങോട്ട് 13 നക്ഷത്രക്കാർക്ക് കൊടും കണ്ടകശനി വിട്ടൊഴിഞ്ഞ് ജീവിതത്തിൽ ഇതുവരെ കാണാത്ത വലിയ രാജയോഗങ്ങളാണ് വന്നുചേരാൻ പോകുന്നത്. ശനിഭഗവാന്റെ കഠിനമായ ദൃഷ്ടിയിൽ നിന്നും ക്രൂരമായ പരീക്ഷണങ്ങളിൽ നിന്നും മോചനം ലഭിക്കുന്നതോടെ ഈ നക്ഷത്രക്കാരുടെ ഭാഗ്യകാലം ഇവിടെ ആരംഭിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ നക്ഷത്രക്കാർക്ക് ഇത്രയും വലിയ ഗുണങ്ങൾ വരുന്നത് എന്ന് ചോദിച്ചാൽ, ശനിയുടെ രാശിമാറ്റവും വ്യാഴത്തിന്റെ അനുകൂലമായ ദൃഷ്ടിയും ഇവർക്ക് അനുകൂലമായൊരു സുരക്ഷാകവചം തീർക്കുന്നു എന്നതാണ് കേരള പഞ്ചാംഗം വ്യക്തമാക്കുന്നത്. കാലങ്ങളായി അനുഭവിച്ച ദുരിതങ്ങൾക്കെല്ലാം ഒരു അറുതി വരികയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ഈ നക്ഷത്രക്കാർ അനുഭവിച്ച മാനസിക നില എന്ന് പറയുന്നത് അത്യന്തം ദയനീയമായിരുന്നു. ചെയ്ത കാര്യങ്ങൾക്കൊന്നും യാതൊരുവിധ അംഗീകാരവും കിട്ടാതെ വരിക, സമ്പാദ്യം മുഴുവൻ കയ്യിൽ നിന്നും ചോർന്നു പോവുക, എത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടും ഒടുവിൽ വലിയ കടക്കെണിയിൽ ചെന്ന് ചാടുക, മറ്റുള്ളവരിൽ നിന്ന് കേൾക്കേണ്ടി വന്ന അനാവശ്യമായ കുറ്റപ്പെടുത്തലുകളും അപവാദങ്ങളും, കുടുംബത്തിൽ സമാധാനമില്ലായ്മ, ദാമ്പത്യ ജീവിതത്തിലുണ്ടായ വലിയ അസ്വാരസ്യങ്ങൾ, ബിസിനസ് ചെയ്യുന്നവർക്കുണ്ടായ കനത്ത നഷ്ടങ്ങൾ, കുട്ടികളുടെ കാര്യത്തിലുണ്ടായ തടസ്സങ്ങളും സങ്കടങ്ങളും എന്നിങ്ങനെ എല്ലാ മേഖലകളിലും കടുത്ത ദുരിതങ്ങളാണ് ഇവർ അനുഭവിച്ചത്. ഇതിനെല്ലാം പുറമെ മറ്റുള്ളവരുടെ കണ്ണൂറും പ്രാർത്ഥനകൾക്ക് പകരം കിട്ടിയ ശാപവാക്കുകളും ഇവരുടെ ജീവിതത്തെ പാടെ തളർത്തിക്കളഞ്ഞു. സ്വന്തം ബന്ധുക്കളും സുഹൃത്തുക്കളും പോലും ശത്രുക്കളെപ്പോലെ പെരുമാറിയ ഒരു കാലമായിരുന്നു അത്. എന്നാൽ ഇനിയങ്ങോട്ട് ഈ ദുരിതങ്ങൾക്കെല്ലാം അറുതി വരുത്തിക്കൊണ്ട് വലിയൊരു പ്രകാശം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരികയാണ്. ഈ വലിയ മാറ്റം അനുഭവിക്കാൻ പോകുന്ന ആ 13 നക്ഷത്രങ്ങൾ രോഹിണി, ചിത്തിര, പൂരാടം, ഭരണി, പൂയം, ചോതി, മകം, പുണർദം, അവിട്ടം, തിരുവാതിര, ഉത്രാടം, അശ്വതി, വിശാഖം എന്നിവയാണ്. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഇനി എന്തൊക്കെ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത് എന്നും ഇവരുടെ പ്രശ്നങ്ങൾ മാറാൻ എന്തു പരിഹാരമാണ് ചെയ്യേണ്ടത് എന്നും നമുക്ക് വിശദമായി നോക്കാം. ആദ്യമായി നമ്മൾ പറയുന്നത് ചോതി നക്ഷത്രക്കാരുടെ കാര്യമാണ്. ചോതി നക്ഷത്രക്കാർ കഴിഞ്ഞ കുറേക്കാലമായി തൊഴിൽപരമായും സാമ്പത്തികമായും വലിയ തകർച്ചയാണ് നേരിട്ടത്. കയ്യിൽ വരുന്ന പണം എങ്ങോട്ടാണ് പോകുന്നതെന്ന് പോലും അറിയാത്ത അവസ്ഥയായിരുന്നു. പലപ്പോഴും രാത്രികളിൽ ഉറങ്ങാൻ പോലും കഴിയാത്ത വിധം വലിയ മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് ഇവർ കടന്നുപോയത്. കടം തന്നവർ വീട്ടിൽ വന്ന് ബഹളം വയ്ക്കുക, മാനഹാനി ഉണ്ടാവുക, സ്വന്തം കുടുംബത്തിലുള്ളവർ പോലും സംശയത്തോടെ നോക്കുക എന്നതൊക്കെ ഇവരുടെ നിത്യസംഭവങ്ങളായിരുന്നു. ദാമ്പത്യ ജീവിതത്തിൽ പങ്കാളിയുമായി എപ്പോഴും തർക്കങ്ങളും മാനസികമായ അകൽച്ചയും നിലനിന്നിരുന്നു. ഒരു കാരണവുമില്ലാതെ പരസ്പരം പഴിചാരുന്ന അവസ്ഥയായിരുന്നു. ബിസിനസ് രംഗത്ത് വലിയ തട്ടിപ്പുകൾക്ക് ഇവർ ഇരയായിട്ടുണ്ടാകാം. കൂട്ടുകച്ചവടത്തിൽ വിശ്വസിച്ചവർ തന്നെ പിന്നിൽ നിന്നു കുത്തുകയും സാമ്പത്തികം മുഴുവൻ തട്ടിയെടുക്കുകയും ചെയ്തു. മറ്റുള്ളവരുടെ കണ്ണൂറും അസൂയയും ഇവരെ എപ്പോഴും വേട്ടയാടിയിരുന്നു. പുതിയ ഒരു വസ്ത്രം വാങ്ങിയാൽ പോലും അതിൽ അസൂയപ്പെടുന്ന ആളുകളായിരുന്നു ഇവർക്ക് ചുറ്റുമുണ്ടായിരുന്നത്. എന്നാൽ ഇനിയങ്ങോട്ട് ശനിയുടെ കഠിനദൃഷ്ടി മാറുന്നതോടെ ചോതി നക്ഷത്രക്കാർക്ക് ബിസിനസ്സിൽ വലിയ പുരോഗതിയും പുതിയ വരുമാന സ്രോതസ്സുകളും തുറക്കപ്പെടും. തകർന്നുപോയ ബിസിനസ് വീണ്ടും കെട്ടിപ്പടുക്കാൻ ഇവർക്ക് സാധിക്കും. കുടുംബത്തിൽ സമാധാനം തിരികെ വരും. കടബാധ്യതകൾ തീർക്കാൻ പുതിയ വഴികൾ തെളിയും. ലോട്ടറി ഭാഗ്യമോ അപ്രതീക്ഷിത ധനലാഭമോ ഇവരെ തേടിവരാൻ വലിയ സാധ്യതയുണ്ട്. ഈ നക്ഷത്രക്കാർക്ക് ഇത്രയും വലിയ ദുരിതം വരാൻ കാരണം ഇവരുടെ ജാതകത്തിലെ ശനിയുടെ അനിഷ്ടസ്ഥാനവും രാഹുവിന്റെ കടുത്ത സ്വാധീനവുമായിരുന്നു. ഇതിന് പരിഹാരമായി ചോതി നക്ഷത്രക്കാർ ദിവസവും വൈകുന്നേരങ്ങളിൽ, അതായത് സന്ധ്യാസമയത്ത് ശിവക്ഷേത്ര ദർശനം നടത്തുന്നത് ഉത്തമമാണ്. ഓം നമഃശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം ദിവസവും 108 തവണ ജപിക്കുക. പ്രത്യേകിച്ച് തിങ്കളാഴ്ച ദിവസങ്ങളിൽ ശിവന് ധാരയും കൂവളമാലയും സമർപ്പിക്കുന്നത് കഴിഞ്ഞകാല ദുരിതങ്ങളെയും മറ്റുള്ളവരുടെ കണ്ണൂറിനെയും ഇല്ലാതാക്കാൻ സഹായിക്കും. മനസ്സമാധാനം വീണ്ടെടുക്കാൻ ഇത് സഹായിക്കും. വൈകുന്നേരം വിളക്ക് കൊളുത്തിയ ശേഷം ഈ മന്ത്രം ഉരുവിടുന്നത് വീട്ടിലെ നെഗറ്റീവ് ഊർജ്ജത്തെ പൂർണ്ണമായും ഇല്ലാതാക്കും. നമ്മൾ അടുത്തതായി ചിന്തിക്കുന്നത് അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ജീവിതത്തെക്കുറിച്ചാണ്. കഴിഞ്ഞ കുറച്ചുകാലങ്ങളായി ഈ നക്ഷത്രക്കാർ വലിയ രീതിയിലുള്ള ആരോഗ്യപ്രശ്നങ്ങളിലൂടെയും കഠിനമായ മാനസിക വിഷാദത്തിലൂടെയുമാണ് കടന്നുപോയത്. എത്ര വലിയ ഡോക്ടറെ കണ്ട് ചികിത്സിച്ചിട്ടും വിട്ടുമാറാത്ത തരത്തിലുള്ള ശാരീരിക വേദനകളും കടുത്ത തളർച്ചയും ഇവരെ നിരന്തരം അലട്ടിക്കൊണ്ടിരുന്നു. മക്കളുടെ പഠനകാര്യത്തിലോ അല്ലെങ്കിൽ സന്താനഭാഗ്യത്തിന്റെ കാര്യത്തിലോ ഒക്കെ വലിയ തടസ്സങ്ങളാണ് ഇവർക്ക് നേരിടേണ്ടി വന്നത്. വിവാഹം കഴിഞ്ഞ് ഏറെ നാളായിട്ടും കുട്ടികൾ ഉണ്ടാകാത്തതിന്റെ പേരിൽ സമൂഹത്തിൽ നിന്നും സ്വന്തം ബന്ധുക്കളിൽ നിന്നും പോലും ഒരുപാട് കുറ്റപ്പെടുത്തലുകളും പരിഹാസങ്ങളും കേൾക്കേണ്ടി വന്നവരാണ് ഇതിൽ ഭൂരിഭാഗം ആളുകളും.
സമൂഹത്തിൽ വലിയ സ്ഥാനമാനങ്ങളും നല്ല പ്രശസ്തിയുമുണ്ടായിരുന്ന ഇവർക്ക് പെട്ടെന്നുണ്ടായ ചില അപവാദങ്ങൾ ഉണ്ടാക്കിയ മാനസിക വിഷമം ചെറുതല്ല. തങ്ങൾ ചെയ്യാത്ത തെറ്റുകളുടെ പേരിൽ പോലും പഴി കേൾക്കേണ്ടി വരികയും സ്വന്തം ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും കടുത്ത അവഗണന നേരിടേണ്ടി വരികയും ചെയ്തവരാണ് ഇവർ. എന്നാൽ ഇനിയങ്ങോട്ട് അവിട്ടം നക്ഷത്രക്കാർക്ക് വിദേശയാത്രയ്ക്കുള്ള വലിയ അവസരങ്ങൾ തെളിയുകയും ഔദ്യോഗിക രംഗത്ത് വലിയ സ്ഥാനക്കയറ്റം ലഭിക്കുകയും ചെയ്യും. പുതിയതായി ഏതെങ്കിലും ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനായി അനുകൂലമായ സാഹചര്യങ്ങളും വലിയ സഹായങ്ങളും ലഭിക്കുന്നതാണ്. കുട്ടികളുടെ കാര്യത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാവിധ തടസ്സങ്ങളും മാറി കുടുംബത്തിൽ സന്തോഷം കൈവരും. പഠനകാര്യത്തിൽ നിങ്ങളുടെ മക്കൾ വലിയ വിജയം തന്നെ കൈവരിക്കും. അവിട്ടം നക്ഷത്രക്കാർക്ക് ഇത്രയും കാലം ഈ ദുരിതങ്ങൾ വരാൻ കാരണം ചൊവ്വയുടെ കഠിനമായ ദശയും കണ്ടകശനിയുമായിരുന്നു. ഇതിന് പരിഹാരമായി ഇവർ സുബ്രഹ്മണ്യസ്വാമിയെയാണ് മനസ്സിരുകി ഭജിക്കേണ്ടത്. ചൊവ്വാഴ്ച ദിവസങ്ങളിൽ രാവിലെ സുബ്രഹ്മണ്യക്ഷേത്രത്തിൽ പോയി ചുവന്ന പുഷ്പങ്ങൾ കൊണ്ട് പുഷ്പാഞ്ജലി കഴിപ്പിക്കുക. ഷഡാനനം ചന്ദനലേപിതാംഗം എന്നു തുടങ്ങുന്ന സുബ്രഹ്മണ്യ ശ്ലോകം ദിവസവും രാവിലെ കുളിച്ചതിനു ശേഷം ഭക്തിയോടെ ജപിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളെയും മാറ്റി ഐശ്വര്യവും വിജയവും കൊണ്ടുവരും. ചൊവ്വാഴ്ചകളിൽ പഞ്ചാമൃത വഴിപാട് നടത്തുന്നതും ദോഷങ്ങളുടെ തീവ്രത കുറയ്ക്കാൻ ഏറെ ഉത്തമമാണ്. ഇനി നമുക്ക് ഭരണി നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് ഒന്ന് കണ്ണോടിക്കാം. കഴിഞ്ഞ കാലങ്ങളിൽ കഠിനമായ കടബാധ്യതകൾ കാരണം സ്വന്തം വീടുപോലും വിൽക്കേണ്ടി വരുമോ എന്ന് ഭയന്ന് ജീവിച്ചവരാണ് ഭരണി നക്ഷത്രക്കാർ. പലിശക്കാരുടെ ശല്യം സഹിക്കാൻ വയ്യാതെ സ്വന്തം നാടും വീടും വിട്ടു മാറി നിൽക്കേണ്ടി വന്ന അവസ്ഥ വരെ ചിലർക്കുണ്ടായിട്ടുണ്ട്. തങ്ങൾ ഏറെ വിശ്വസിച്ചവർ തന്നെ ചതിക്കുന്ന അവസ്ഥയും ബിസിനസ്സിൽ പങ്കാളികൾ കാരണമുണ്ടായ വലിയ നഷ്ടങ്ങളും ഇവരെ മാനസികമായി വലിയ തോതിൽ തളർത്തിക്കളഞ്ഞു. കൂടാതെ ശത്രുക്കളുടെ ശല്യവും മറ്റുള്ളവരുടെ കണ്ണീറും പ്രാർത്ഥനയുമൊക്കെ ഇവരുടെ രാത്രിയിലെ ഉറക്കം കെടുത്തുന്ന അവസ്ഥയായിരുന്നു. നിങ്ങൾ നന്നായി ജീവിക്കുന്നത് കാണാൻ ഒട്ടും ഇഷ്ടപ്പെടാത്ത ചിലരുടെ ശാപവാക്കുകൾ നിങ്ങളുടെ കുടുംബസമാധാനത്തെപ്പോലും ദോഷകരമായി ബാധിച്ചു. മക്കളുടെ രോഗാവസ്ഥയും ഇവരെ ഏറെ സങ്കടപ്പെടുത്തിയിരുന്നു. ആശുപത്രികൾ കയറിയിറങ്ങി കയ്യിലുള്ള പണം മുഴുവൻ തീർന്നുപോയ അവസ്ഥയായിരുന്നു ഇവരുടേത്. എന്നാൽ ഇനി വരുന്ന കാലം ഇവർക്ക് കടുത്ത കടങ്ങളിൽ നിന്ന് പൂർണ്ണമായ മോചനവും ഏറെ നാളായി മുടങ്ങിക്കിടന്ന വലിയ തുകകൾ കൈവരുന്നതുമായ ഒരു ശുഭകാലമാണ്. പുതിയ ജോലിയിൽ പ്രവേശിക്കാനും അതിലൂടെ വലിയ സാമ്പത്തിക പുരോഗതി നേടാനും ഇവർക്ക് സാധിക്കും. ബിസിനസ്സിൽ പുതിയ പങ്കാളികളെ ലഭിക്കുകയും അതിലൂടെ വലിയ ലാഭം കൊയ്യുകയും ചെയ്യും. ഭരണി നക്ഷത്രക്കാർക്ക് ശുക്രന്റെ അനിഷ്ടസ്ഥിതിയും ശനിയുടെ ദോഷവുമാണ് ഇത്രയും കാലം ഈ ദുരിതങ്ങൾക്ക് കാരണമായത്. ഇതിന് പരിഹാരമായി ഇവർ ഭദ്രകാളി ദേവിയെയാണ് അഭയം പ്രാപിക്കേണ്ടത്. ചൊവ്വാഴ്ചയോ വെള്ളിയാഴ്ചയോ വൈകുന്നേര സമയങ്ങളിൽ ദേവീക്ഷേത്രത്തിൽ പോയി ഭക്തിയോടെ രക്തപുഷ്പാഞ്ജലി കഴിപ്പിക്കുക. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ എന്ന ദേവീമന്ത്രം ദിവസവും സന്ധ്യാസമയത്ത് നിലവിളക്കിന് മുന്നിലിരുന്ന് ജപിക്കുന്നത് ശത്രുദോഷങ്ങളും കണ്ണൂറും മാറ്റി നിങ്ങളുടെ ജീവിതത്തെ വലിയ രാജയോഗത്തിലേക്ക് നയിക്കും. ക്ഷേത്രത്തിൽ കടുമധുര പായസം വഴിപാടായി നൽകുന്നതും ദോഷശമനത്തിന് വളരെ നല്ലതാണ്. തുടർന്ന് നമ്മൾ സംസാരിക്കുന്നത് പൂരാടം നക്ഷത്രക്കാരെക്കുറിച്ചാണ്. ഈ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കഴിഞ്ഞ കാലങ്ങളിൽ തങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ കടുത്ത പരീക്ഷണങ്ങളിലൂടെ കടന്നുപോകേണ്ടി വന്നിട്ടുണ്ട്. വളരെ ചെറിയ കാരണങ്ങളുടെ പേരിൽ പോലും വലിയ വഴക്കുകൾ ഉണ്ടാകുകയും ബന്ധം വേർപിരിയലിന്റെ വക്കിൽ വരെ എത്തുകയും ചെയ്തിട്ടുണ്ടാകാം. കുടുംബജീവിതത്തിൽ വിവാഹമോചനത്തിന്റെ ഘട്ടത്തിൽ വരെ എത്തിയ പലർക്കും ഇനിയങ്ങോട്ട് നല്ലൊരു ഒത്തുതീർപ്പുണ്ടാകാൻ പോകുകയാണ്. സ്വന്തം ബന്ധുക്കളുടെ ഭാഗത്തുനിന്നുണ്ടായ കടുത്ത മാനസിക പീഡനങ്ങളും ഒറ്റപ്പെടുത്തലുകളും നിങ്ങളെ ഏറെ വേട്ടയാടിയിട്ടുണ്ടാകും. മനസ്സുകൊണ്ട് ആർക്കും ഒരു ദ്രോഹവും ചെയ്യാത്ത തങ്ങളെ എന്തിനാണ് എല്ലാവരും ഇങ്ങനെ ഉപദ്രവിക്കുന്നത് എന്ന് നിങ്ങൾ ഒരുപാട് ചിന്തിച്ചു കരഞ്ഞിട്ടുണ്ടാകും. കഷ്ടപ്പെട്ട് സമ്പാദിച്ച പണം മുഴുവൻ രോഗദുരിതങ്ങൾക്കായി മാറ്റിവെക്കേണ്ടി വന്ന അവസ്ഥയായിരുന്നു. ബിസിനസ്സിൽ പോലും പങ്കാളികൾ നിങ്ങളെ തരംതാഴ്ത്തി സംസാരിച്ചതും വലിയ മാനസിക മുറിവുകളുണ്ടാക്കി. എന്നാൽ ഇനിയങ്ങോട്ട് ദാമ്പത്യത്തിലെ എല്ലാ അസ്വാരസ്യങ്ങളും മാറി പരസ്പര സ്നേഹവും ഐക്യവും ഉണ്ടാകും. മനസ്സുകൊണ്ട് അകന്നുകഴിഞ്ഞിരുന്ന പങ്കാളികൾ വീണ്ടും ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ തുടങ്ങും. വിട്ടുമാറാത്ത രോഗങ്ങളിൽ നിന്ന് വലിയ ആശ്വാസം ഈ സമയത്ത് ലഭിക്കും. സ്വന്തമായൊരു പുതിയ വീട് എന്ന നിങ്ങളുടെ വലിയ സ്വപ്നം ഈ കാലയളവിൽ യാഥാർത്ഥ്യമാകും. ഭൂമിയോ വസ്തുവകകളോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് ഏറ്റവും അനുകൂലമായ സമയമാണിത്. പൂരാടം നക്ഷത്രക്കാർക്ക് ഇത്രയും കാലം ഈ കഷ്ടപ്പാടുകൾ വരാൻ കാരണം ഏഴരശനിയുടെയും ഗുരുദോഷത്തിന്റെയും കടുത്ത സ്വാധീനമായിരുന്നു. ഇതിന് പരിഹാരമായി നിങ്ങൾ പതിവായി വിഷ്ണുക്ഷേത്ര ദർശനം നടത്തണം. വ്യാഴാഴ്ച ദിവസങ്ങളിൽ രാവിലെ വിഷ്ണു ഭഗവാന് പാൽപ്പായസം വഴിപാടായി നൽകുന്നത് ഏറെ ഉത്തമമാണ്. ഓം നമോ നാരായണായ എന്ന മന്ത്രം ദിവസവും രാവിലെ 108 തവണ ജപിക്കുന്നത് നിങ്ങളുടെ മനസ്സിന് ശാന്തിയും കുടുംബത്തിൽ വലിയ അഭിവൃദ്ധിയും നൽകും. വ്യാഴാഴ്ചകളിൽ മഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുന്നതും വിഷ്ണു സഹസ്രനാമം ഭക്തിയോടെ കേൾക്കുന്നതും ദോഷഫലങ്ങളെ പാടെ അകറ്റും.
അടുത്തതായി നമ്മൾ പറയുന്നത് രോഹിണി നക്ഷത്രത്തെക്കുറിച്ചാണ്. രോഹിണി നക്ഷത്രക്കാർ പൊതുവെ ശാന്തരും സൗമ്യ സ്വഭാവക്കാരാണെങ്കിലും കഴിഞ്ഞ കുറേക്കാലമായി ഇവർക്ക് കടുത്ത ദേഷ്യവും മാനസിക അസ്വസ്ഥതകളും അനുഭവപ്പെട്ടിരുന്നു. വളരെ ചെറിയ കാര്യങ്ങൾക്ക് പോലും പെട്ടെന്ന് ദേഷ്യം വരികയും അത് കുടുംബത്തിൽ വലിയ വഴക്കുകൾക്ക് കാരണമാവുകയും ചെയ്തു. തൊഴിൽ സ്ഥലത്ത് സഹപ്രവർത്തകരിൽ നിന്നും വലിയ രീതിയിലുള്ള തഴയപ്പെടലുകളാണ് ഇവർക്ക് നേരിടേണ്ടി വന്നത്. എത്രയൊക്കെ ആത്മാർത്ഥമായി ജോലി ചെയ്താലും മറ്റുള്ളവരിൽ നിന്ന് കുറ്റപ്പെടുത്തലുകൾ മാത്രമായിരുന്നു നിങ്ങൾക്ക് പ്രതിഫലമായി ലഭിച്ചത്. പ്രമോഷനുകൾ പലതും തങ്ങളെക്കാൾ അർഹതയില്ലാത്തവർക്ക് പോകുന്നത് സങ്കടത്തോടെ നോക്കി നിൽക്കേണ്ടി വന്നു. ബിസിനസ്സിൽ വലിയ പ്രതീക്ഷയോടെ പണം മുടക്കിയെങ്കിലും ഒന്നും തിരിച്ചു കിട്ടാത്ത അവസ്ഥയായിരുന്നു. സ്വന്തം കുട്ടികളുടെ കാര്യത്തിലും വലിയ ആശങ്കകൾ മാത്രമായിരുന്നു മനസ്സ് നിറയെ. അവർക്ക് നല്ലൊരു ഭാവി കൊടുക്കാൻ തനിക്ക് കഴിയുമോ എന്ന ഭയം നിങ്ങളെ എപ്പോഴും അലട്ടിയിരുന്നു. എന്നാൽ ഇനിയങ്ങോട്ട് രോഹിണി നക്ഷത്രക്കാർക്ക് ജോലിയിൽ വലിയ അംഗീകാരങ്ങളും പുതിയ തൊഴിലവസരങ്ങളും തേടിവരും. വിദേശത്തു പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വിസ നടപടികൾ വളരെ വേഗത്തിലാകും. ബിസിനസ്സിൽ നിങ്ങൾ വിചാരിച്ചതിലും ഇരട്ടി ലാഭം കൊയ്യാൻ സാധിക്കും. രോഹിണി നക്ഷത്രക്കാർക്ക് ചന്ദ്രന്റെ അനിഷ്ടസ്ഥാനവും ശനിയുടെ ദൃഷ്ടിയുമായിരുന്നു ഇത്രയും കാലം ദുരിതത്തിന് കാരണമായത്. ഇതിനു പരിഹാരമായി ഇവർ തിങ്കളാഴ്ച ദിവസങ്ങളിൽ സന്ധ്യാസമയത്ത് ദേവീക്ഷേത്രത്തിൽ പോയി ഭക്തിയോടെ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കണം. ലളിതാ സഹസ്രനാമം ശ്രവിക്കുന്നതോ ജപിക്കുന്നതോ വളരെ ഉത്തമമാണ്. സന്ധ്യാസമയത്ത് സ്വന്തം വീട്ടിൽ നെയ്വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നത് കുടുംബത്തിലെ നെഗറ്റീവ് ഊർജത്തെയും കണ്ണൂറിനെയും പാടെ ഇല്ലാതാക്കും. തിങ്കളാഴ്ചകളിൽ ഭക്തിയോടെ ഉപവാസമനുഷ്ഠിക്കുന്നത് നിങ്ങളുടെ മാനസികാവസ്ഥ മെച്ചപ്പെടുത്താൻ സഹായിക്കും. അടുത്തതായി നമ്മൾ സംസാരിക്കുന്നത് ചിത്തിര നക്ഷത്രക്കാരെക്കുറിച്ചാണ്. ചിത്തിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കഴിഞ്ഞ കാലങ്ങളിൽ വലിയ തോതിലുള്ള സാമ്പത്തിക നഷ്ടങ്ങളും കോടതി കേസുകളും കൂട്ടുകച്ചവടത്തിലെ കടുത്ത ചതികളുമാണ് നേരിടേണ്ടി വന്നിട്ടുള്ളത്. തങ്ങളിൽ നിന്ന് പണം കടം വാങ്ങിയവർ അത് തിരിച്ചു തരാതെ പറ്റിക്കുകയും ഒടുവിൽ ആ പണം ചോദിക്കാൻ ചെന്നപ്പോൾ നിങ്ങളെ തന്നെ കള്ളനാക്കാൻ ശ്രമിക്കുകയും ചെയ്ത സങ്കടകരമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. സ്വന്തമായി ഒരു സ്വപ്നഭവനം നിർമ്മിക്കാൻ തുടങ്ങി അത് പകുതിക്ക് വെച്ച് മുടങ്ങിപ്പോയവരും ഈ നക്ഷത്രക്കാരിലുണ്ടാകാം. ആവശ്യത്തിന് സാമ്പത്തികമില്ലാത്തതുകൊണ്ട് മാത്രം പണി തീർക്കാൻ കഴിയാതെ മനസ്സുരുകി സങ്കടപ്പെട്ട നാളുകളായിരുന്നു അത്. സ്വന്തം മക്കളുടെ വിവാഹകാര്യത്തിൽ വലിയ തടസ്സങ്ങളാണ് അനുഭവപ്പെട്ടത്. വന്ന ആലോചനകൾ ഒന്നുപോലും ശരിയാകാതെ പോയത് മനസ്സിനെ ഏറെ വേദനിപ്പിച്ചു. എപ്പോഴും കൂടെ നിന്നവർ തന്നെ പെട്ടെന്ന് ശത്രുക്കളായി മാറി നിങ്ങളെക്കുറിച്ച് മോശമായി സംസാരിച്ചതും വലിയ മുറിവുകളുണ്ടാക്കി. എന്നാൽ ഇനിയങ്ങോട്ട് ഈ തടസ്സങ്ങളെല്ലാം മാറി മക്കളുടെ വിവാഹം വളരെ മംഗളകരമായി നടക്കാൻ പോവുകയാണ്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം മുടങ്ങിപ്പോയ വീട് പണി വളരെ വേഗത്തിൽ പൂർത്തിയാക്കാൻ സാധിക്കും. ജീവിതത്തിൽ നല്ലൊരു സാമ്പത്തിക ഭദ്രത കൈവരികയും പുതിയ വരുമാന മാർഗങ്ങൾ തുറക്കപ്പെടുകയും ചെയ്യും. ചിത്തിര നക്ഷത്രക്കാർക്ക് ചൊവ്വയുടെ ദോഷവും കണ്ടകശനിയുമായിരുന്നു ഇത്രയും കാലം ഈ കഷ്ടപ്പാടുകൾക്കെല്ലാം പ്രധാന കാരണം. ഇതിന് പരിഹാരമായി നിങ്ങൾ ഹനുമാൻ സ്വാമിയെ ഭക്തിയോടെ ഭജിക്കണം. ശനിയാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേര സമയത്ത് ഹനുമാൻ സ്വാമിക്കും ശാസ്താവിനും വെറ്റിലമാലയോ വടമാലയോ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഹനുമാൻ ചാലിസ ദിവസവും വൈകുന്നേരം ജപിക്കുന്നത് നിങ്ങളുടെ ഉള്ളിലെ ഭയത്തെ മാറ്റി വലിയ ധൈര്യവും സാമ്പത്തിക പുരോഗതിയും നൽകും. ശനിയാഴ്ചകളിൽ ക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് കഴിക്കുന്നത് കണ്ടകശനിയുടെ കടുത്ത ദോഷങ്ങളെ ഇല്ലാതാക്കും. ഇനി നമ്മൾ നോക്കുന്നത് മകം നക്ഷത്രക്കാരുടെ കാര്യമാണ്. മകം നക്ഷത്രക്കാർക്ക് കഴിഞ്ഞ കാലങ്ങളിൽ തങ്ങളുടെ അധികാരവും പദവികളും നഷ്ടപ്പെടുന്ന കഠിനമായ അവസ്ഥയുണ്ടായിട്ടുണ്ട്. മാനേജർ പദവിയിലോ അല്ലെങ്കിൽ സമൂഹത്തിൽ ഉയർന്ന സ്ഥാനങ്ങളിലോ ഇരുന്ന ഇവർക്ക് പെട്ടെന്ന് ജോലി നഷ്ടപ്പെടുകയോ സ്ഥാനചലനം സംഭവിക്കുകയോ ചെയ്തു. സമൂഹത്തിൽ നിങ്ങൾക്കുണ്ടായിരുന്ന വലിയ ബഹുമാനം കുറയ്ക്കുന്ന രീതിയിലുള്ള മോശം സാഹചര്യങ്ങൾ ശത്രുക്കൾ മനഃപൂർവ്വം ഉണ്ടാക്കിത്തീർത്തു. നിങ്ങളുടെ വളർച്ചയിൽ അസൂയ പൂണ്ടവർ നിങ്ങൾക്കെതിരെ ദുർമന്ത്രവാദങ്ങൾ പോലും ചെയ്യാൻ മടിച്ചില്ല എന്നത് നിങ്ങളെ ഏറെ തളർത്തിയിട്ടുണ്ടാകും. സ്വന്തം കുട്ടികളുടെ ആരോഗ്യകാര്യത്തിലും അവരുടെ വിദ്യാഭ്യാസ കാര്യത്തിലും വലിയ ആശങ്കകൾ മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്നു. ബിസിനസ്സിൽ വലിയ തകർച്ച നേരിടുകയും പലർക്കും കൊടുത്ത പണം തിരിച്ചു കിട്ടാത്ത അവസ്ഥയുമുണ്ടായി. എന്നാൽ ഇനിയങ്ങോട്ട് നഷ്ടപ്പെട്ടുപോയ നിങ്ങളുടെ എല്ലാ പ്രതാപവും പദവികളും പലിശയടക്കം തിരികെ ലഭിക്കുന്ന നല്ലൊരു കാലമാണ് വരുന്നത്. ജോലിയിൽ നിങ്ങളുടെ പഴയ സ്ഥാനത്തേക്ക് അഭിമാനത്തോടെ തിരികെ വരാൻ സാധിക്കും. നിങ്ങളെ തകർക്കാൻ നോക്കിയ ശത്രുക്കൾ നിങ്ങളുടെ മുന്നിൽ മുട്ടുകുത്തുന്ന കാലമാണ് വരുന്നത്. മകം നക്ഷത്രക്കാർക്ക് കേതുവിന്റെ ദശയും ശനിയുടെ അനിഷ്ടസ്ഥിതിയുമാണ് ഈ കടുത്ത ദുരിതങ്ങൾക്ക് കാരണമായത്. ഇതിന് പരിഹാരമായി നിങ്ങൾ വിഘ്നനിവാരകനായ ഗണപതി ഭഗവാനെയാണ് പൂർണ്ണ മനസ്സോടെ പ്രാർത്ഥിക്കേണ്ടത്. ദിവസവും രാവിലെ കറുകമാല സമർപ്പിച്ച് ഗണപതി ഹോമം നടത്തുന്നത് ജീവിതത്തിൽ വലിയ ഗുണം ചെയ്യും.
ഓം ഗം ഗണപതയേ നമഃ എന്ന മന്ത്രം ദിവസവും രാവിലെ 108 തവണ ജപിക്കുന്നത് നിങ്ങളുടെ എല്ലാ തടസ്സങ്ങളെയും ഇല്ലാതാക്കും. ക്ഷേത്രത്തിൽ ഭഗവാന് മുക്കുറ്റി പുഷ്പാഞ്ജലി കഴിക്കുന്നതും നിങ്ങളുടെ ദോഷങ്ങൾ മാറാൻ അത്യുത്തമമാണ്. അടുത്തതായി നമ്മൾ സംസാരിക്കുന്നത് പുണർദം നക്ഷത്രക്കാരെക്കുറിച്ചാണ്. കഴിഞ്ഞ കാലങ്ങളിൽ സ്വന്തം നാട്ടിലോ വിദേശത്തോ ഒരു നല്ല ജോലി കണ്ടെത്താനാകാതെ വലിയ രീതിയിലുള്ള അലച്ചിലുകളിലൂടെയും പ്രതിസന്ധികളിലൂടെയുമാണ് ഇവർ കടന്നുപോയത്. എവിടെയൊക്കെ ബയോഡാറ്റകൾ നൽകിയോ അവിടെ നിന്നൊന്നും ഒരു മറുപടി പോലും ലഭിക്കാത്ത അവസ്ഥയായിരുന്നു ഇവർക്ക്. പല ജോലികളുടെയും അഭിമുഖങ്ങളിൽ അവസാന ഘട്ടം വരെ എത്തിയിട്ടും കയ്യിൽ കിട്ടിയെന്ന് കരുതിയ ജോലി നഷ്ടപ്പെട്ടുപോയ സങ്കടങ്ങൾ ഇവരിൽ പലർക്കും പങ്കുവയ്ക്കാനുണ്ടാകും. ബിസിനസ് ആവശ്യങ്ങൾക്കായി വലിയ തുകകൾ കടം വാങ്ങുകയും ഒടുവിൽ അത് തിരിച്ചടയ്ക്കാൻ സാധിക്കാതെ ജപ്തി ഭീഷണിയുടെ നിഴലിൽ വരെ ജീവിക്കേണ്ടി വന്നവരും ഈ കൂട്ടത്തിലുണ്ടാകാം. ബാങ്കുകളിൽ നിന്നും തുടർച്ചയായി നോട്ടീസുകൾ വരുമ്പോൾ ജീവിതത്തിൽ ഇനി എന്തു ചെയ്യണം എന്നറിയാതെ ഭയന്നുപോയ നാളുകളായിരുന്നു അത്. ദാമ്പത്യ ജീവിതത്തിലാകട്ടെ എപ്പോഴും പരസ്പരമുള്ള അവിശ്വാസവും സംശയങ്ങളും കടുത്ത മാനസിക ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ചു. ബന്ധുക്കളുടെയും ചുറ്റുമുള്ളവരുടെയും കണ്ണൂറും ശാപവാക്കുകളും ഇവരെ മാനസികമായി ഒട്ടാകെ തളർത്തിക്കളഞ്ഞു. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇനിയങ്ങോട്ട് നിങ്ങളുടെ കാലം മാറുകയാണ്. വിദേശത്ത് വളരെ മികച്ച ശമ്പളത്തോടുകൂടി ഒരു ജോലി നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. പുതിയ ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ബാങ്ക് ലോണുകൾ വളരെ എളുപ്പത്തിൽ തന്നെ പാസായി കിട്ടും. പഴയ കടബാധ്യതകളെല്ലാം പൂർണ്ണമായി വീട്ടിക്കൊണ്ട് സമാധാനപരമായി ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്ന നല്ലൊരു സമയമാണ് വരുന്നത്. പുണർദം നക്ഷത്രക്കാർക്ക് വ്യാഴത്തിന്റെ അനിഷ്ടസ്ഥാനവും രാഹുദോഷവുമായിരുന്നു കഴിഞ്ഞ കാലങ്ങളിലെ ഈ കഠിനമായ കഷ്ടപ്പാടുകൾക്കെല്ലാം കാരണം. ഇതിനൊരു പരിഹാരമായി നിങ്ങൾ ചെയ്യേണ്ടത് മഹാവിഷ്ണുവിനെ ഭക്തിപൂർവം പ്രാർത്ഥിക്കുക എന്നതാണ്. വ്യാഴാഴ്ച ദിവസങ്ങളിൽ രാവിലെ സമയങ്ങളിൽ മഞ്ഞ വസ്ത്രം ധരിച്ച് വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. വിഷ്ണു സഹസ്രനാമം ഭക്തിയോടെ ജപിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ കടുത്ത ദാരിദ്ര്യത്തെയും ദുരിതങ്ങളെയും അകറ്റി വലിയ ഐശ്വര്യവും സന്തോഷവും കൊണ്ടുവരും. ഭഗവാൻ വിഷ്ണുവിന് വെണ്ണ വഴിപാടായി നൽകുന്നത് ജീവിതത്തിലെ തടസ്സങ്ങളെല്ലാം നീങ്ങാൻ ഏറെ സഹായിക്കും. ഇനി നമുക്ക് തിരുവാതിര നക്ഷത്രക്കാരുടെ കാര്യങ്ങളിലേക്ക് വരാം. കഴിഞ്ഞ കാലങ്ങളിൽ കടുത്ത മാനസിക സമ്മർദ്ദവും ഉറക്കമില്ലായ്മയുമാണ് തിരുവാതിര നക്ഷത്രക്കാരെ ഏറെ അലട്ടിയത്. ഡിപ്രഷൻ പോലുള്ള കഠിനമായ അവസ്ഥകളിലൂടെ കടന്നുപോയ ഒരുപാട് പേർ ഈ നക്ഷത്രത്തിലുണ്ടാകും. മറ്റുള്ളവർ എന്ത് ചെറിയ കാര്യം പറഞ്ഞാലും അത് മനസ്സിലിട്ട് വിഷമിക്കുന്ന ഒരവസ്ഥയായിരുന്നു ഇവരുടേത്. ആരും കാണാതെ കരഞ്ഞു തീർത്ത ഒരുപാട് രാത്രികൾ ഇവർക്ക് കടന്നുപോയിട്ടുണ്ട്. ജീവന് തുല്യം കൂടെ നിന്നിരുന്നവർ തന്നെ പിന്നിൽ നിന്ന് കുത്തുന്ന സാഹചര്യങ്ങളും ജീവിതത്തിലുണ്ടായി. സ്വന്തം സ്വകാര്യമായ രഹസ്യങ്ങൾ വിശ്വസിച്ച് മറ്റുള്ളവരോട് പറഞ്ഞപ്പോൾ അവർ അത് നിങ്ങൾക്കെതിരെ തന്നെ ആയുധമാക്കുന്ന അവസ്ഥയുണ്ടായി. ദാമ്പത്യ ജീവിതത്തിലും കുട്ടികളുടെ കാര്യങ്ങളിലും പലവിധത്തിലുള്ള പ്രതിസന്ധികൾ അനുഭവിക്കേണ്ടി വന്നു. എന്നാൽ ഇനിയങ്ങോട്ട് മനസ്സമാധാനത്തിന്റെ നാളുകളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ഏതു വലിയ പ്രതിസന്ധിയെയും ധൈര്യത്തോടെ തരണം ചെയ്യാനുള്ള ആത്മവിശ്വാസം നിങ്ങൾക്ക് കൈവരും. പുതിയ ബിസിനസ് ആരംഭിക്കാനും അതിൽ വലിയ രീതിയിലുള്ള വിജയം കൈവരിക്കാനും നിങ്ങൾക്ക് സാധിക്കും. തിരുവാതിര നക്ഷത്രക്കാർക്ക് രാഹുവിന്റെ കടുത്ത ദോഷവും കണ്ടകശനിയുമായിരുന്നു ഇത്രയും കാലം ദുരിതങ്ങൾക്ക് കാരണമായി തീർന്നത്. ഇതിന് പരിഹാരമായി നിങ്ങൾ സർപ്പദൈവങ്ങളെയാണ് പ്രാർത്ഥിക്കേണ്ടത്. ആയില്യം നക്ഷത്ര ദിവസങ്ങളിലോ ശനിയാഴ്ചകളിലോ വൈകുന്നേര സമയത്ത് സർപ്പങ്ങൾക്ക് പാലും പഴവും സമർപ്പിക്കുകയോ നാഗരാജാവിന് പുഷ്പാഞ്ജലി കഴിപ്പിക്കുകയോ ചെയ്യുക. ഓം നവകുലായ വിദ്മഹേ വിഷദന്തായ ധീമഹി തന്നോ സർപ്പ പ്രചോദയാത് എന്ന നാഗഗായത്രി മന്ത്രം ദിവസവും വൈകുന്നേരങ്ങളിൽ ജപിക്കുന്നത് കണ്ണൂറും ശത്രുദോഷവും മാറ്റാൻ സഹായിക്കും. സർപ്പങ്ങൾക്ക് നൂറും പാലും വഴിപാട് നടത്തുന്നത് കഠിനമായ രാഹുദോഷം മാറാൻ ഏറെ ഉത്തമമാണ്. അടുത്തതായി നമ്മൾ ചർച്ച ചെയ്യുന്നത് ഉത്രാടം നക്ഷത്രക്കാരുടെ ജീവിതത്തെക്കുറിച്ചാണ്. കഴിഞ്ഞ കുറേക്കാലമായി നിങ്ങളുടെ ജീവിതത്തിൽ അത്ര നല്ല അനുഭവങ്ങളല്ല ഉണ്ടായിട്ടുള്ളത്. സ്വന്തം പിതാവുമായോ അല്ലെങ്കിൽ കുടുംബത്തിലെ മറ്റു മുതിർന്ന വ്യക്തികളുമായോ ഒക്കെ വലിയ രീതിയിലുള്ള മാനസിക വിഷമങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും നിങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. വളരെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും കഴിഞ്ഞിരുന്ന ഒരു കുടുംബ അന്തരീക്ഷത്തിൽ പെട്ടെന്നുണ്ടായ തർക്കങ്ങളും വഴക്കുകളും കാരണം സ്വന്തം വീട് വിട്ട് മാറി താമസിക്കേണ്ടി വന്ന ഒരു ദുരവസ്ഥ വരെ ചിലർക്ക് ഉണ്ടായിട്ടുണ്ടാകാം. പിതൃസ്വത്തുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കങ്ങൾ ഒടുവിൽ കോടതിയുടെ പടവുകൾ കയറുന്ന അവസ്ഥയിലേക്ക് വരെ എത്തിച്ചു. വക്കീൽ ഫീസിനും കോടതി ചെലവുകൾക്കുമായി കയ്യിലുണ്ടായിരുന്ന സമ്പാദ്യം മുഴുവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഇതിലൂടെ ഉണ്ടായി. ചെയ്യുന്ന ബിസിനസ്സിൽ വലിയ തകർച്ച നേരിടേണ്ടി വരികയും ഒപ്പമുണ്ടായിരുന്ന പങ്കാളികളുമായി പിരിഞ്ഞ് ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വരികയും ചെയ്തു. മറ്റുള്ളവരുടെ ഭാഗത്തുനിന്നുണ്ടായ ശാപവാക്കുകളും പ്രാർത്ഥനകളും നിങ്ങളെ നിരന്തരം വേട്ടയാടിക്കൊണ്ടിരുന്ന ഒരു കാലമായിരുന്നു അത്.
എന്നാൽ ഇനിയങ്ങോട്ട് കാര്യങ്ങൾ മാറിമറിയുകയാണ്. കോടതി വിധികൾ എല്ലാം തന്നെ നിങ്ങൾക്ക് അനുകൂലമായി വന്നുഭവിക്കും. വർഷങ്ങളായി നിങ്ങളെ അലട്ടിയിരുന്ന കേസുകളും തർക്കങ്ങളും ഒത്തുതീർപ്പിലെത്തിച്ചേരും. അനുഭവിക്കാൻ യോഗമുള്ള പിതൃസ്വത്ത് നിങ്ങളുടെ കൈകളിൽ വന്നുചേരും. പുതിയ ബിസിനസ് പങ്കാളിത്തത്തിലൂടെ വലിയ രീതിയിലുള്ള സാമ്പത്തിക ലാഭം ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഉത്രാടം നക്ഷത്രക്കാർക്ക് സൂര്യന്റെ അപഹാരവും ശനിയുടെ ദൃഷ്ടിയുമായിരുന്നു കഴിഞ്ഞകാലങ്ങളിലെ ദുരിതങ്ങൾക്ക് പ്രധാന കാരണം. ഇതിനൊരു പരിഹാരമായി നിങ്ങൾ ഞായറാഴ്ച ദിവസങ്ങളിൽ രാവിലെ സമയത്ത് സൂര്യഭഗവാനെ ഭക്തിപൂർവം പ്രാർത്ഥിക്കേണ്ടതാണ്. രാവിലെയുള്ള സൂര്യോദയ സമയത്ത് അർഘ്യം സമർപ്പിക്കുകയും ആദിത്യഹൃദയ സ്തോത്രം ഭക്തിയോടെ ജപിക്കുകയും ചെയ്യുക. ഇത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വലിയ ഊർജവും ഭാഗ്യവും കൊണ്ടുവരും. ഞായറാഴ്ചകളിൽ ഗോതമ്പ് ദാനം ചെയ്യുന്നത് സൂര്യദോഷങ്ങൾ മാറി ജീവിതം പ്രകാശപൂർണമാകാൻ സഹായിക്കും. ഇനി നമുക്ക് പൂയം നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് നോക്കാം. കഴിഞ്ഞ കാലങ്ങളിൽ കടുത്ത ശാരീരിക അസ്വസ്ഥതകളും അപകടഭീഷണികളുമൊക്കെ നിരന്തരം അനുഭവിച്ചവരാണ് പൂയം നക്ഷത്രക്കാർ. യാത്രകളിൽ എപ്പോഴും പലവിധത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടാവുകയോ അല്ലെങ്കിൽ വാഹനങ്ങൾ കേടാവുകയോ അപകടത്തിൽപ്പെടുകയോ ചെയ്യുന്നത് ഒരു പതിവായിരുന്നു. വലിയ രീതിയിലുള്ള സാമ്പത്തിക നഷ്ടമാണ് ഇതിലൂടെയൊക്കെ നിങ്ങൾക്ക് സംഭവിച്ചത്. മക്കളുടെ വിവാഹ കാര്യങ്ങളിൽ പോലും കടുത്ത തടസ്സങ്ങളാണ് നിങ്ങൾ നേരിട്ടത്. എല്ലാം ഉറപ്പിച്ചു എന്ന് കരുതിയ വിവാഹങ്ങൾ പോലും അവസാന നിമിഷത്തിൽ മുടങ്ങിപ്പോയ വലിയ സങ്കടങ്ങൾ നിങ്ങളുടെ മനസ്സിനെ അലട്ടിയിട്ടുണ്ടാകാം. എന്നാൽ ഇനിയങ്ങോട്ട് നിങ്ങളുടെ ആരോഗ്യസ്ഥിതി വളരെ മെച്ചപ്പെടും. പുതിയൊരു വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അനുകൂലമായ യോഗം തെളിഞ്ഞുവരും. വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് അതിനുള്ള വഴികൾ വളരെ പെട്ടെന്ന് തന്നെ തുറക്കപ്പെടും. പൂയം നക്ഷത്രക്കാർക്ക് ശനി സ്വന്തം നക്ഷത്രാധിപനായതുകൊണ്ട് തന്നെ ശനിദേവന്റെ കഠിനമായ പരീക്ഷണങ്ങളാണ് നിങ്ങൾ ഇത്രയും കാലം അനുഭവിച്ചു തീർത്തത്. ഇതിനൊരു പരിഹാരമായി നിങ്ങൾ ശനിയാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേര സമയത്ത് ശാസ്താക്ഷേത്രത്തിൽ ദർശനം നടത്തി എള്ളുതിരി കത്തിച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. ഓം ശം ശനൈശ്ചരായ നമഃ എന്ന മന്ത്രം ശനിയാഴ്ചകളിൽ 108 തവണ ജപിക്കുന്നത് കഠിനമായ കണ്ടകശനി ദോഷങ്ങളെ പൂർണ്ണമായും മാറ്റി വലിയൊരു രാജയോഗത്തിലേക്ക് നിങ്ങളെ നയിക്കും. ഭഗവാൻ ശാസ്താവിന് നീലപ്പെട്ട് സമർപ്പിക്കുന്നതും എള്ളുപായസം വഴിപാടായി കഴിപ്പിക്കുന്നതും നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ഉത്തമമായ ഫലങ്ങൾ പ്രദാനം ചെയ്യും. അടുത്തതായി നമ്മൾ പറയുന്നത് അശ്വതി നക്ഷത്രക്കാരെക്കുറിച്ചാണ്. കഴിഞ്ഞ കാലങ്ങളിൽ വലിയ രീതിയിലുള്ള സാമ്പത്തിക നഷ്ടങ്ങളും മറ്റുള്ളവരുടെ കൺദൃഷ്ടിയും കാരണം ജീവിതം തന്നെ മടുത്തുപോയ ഒരവസ്ഥയിലൂടെയാണ് നിങ്ങൾ കടന്നുപോയത്. ആരെങ്കിലും ഒന്ന് പുകഴ്ത്തി പറഞ്ഞാൽ അപ്പോൾ തന്നെ അതിന്റെ ദോഷം അനുഭവിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമായിരുന്നു നിങ്ങളുടേത്. മറ്റുള്ളവരെ ഒരുപാട് സഹായിക്കാൻ പോയി വലിയ ചതിക്കുഴികളിൽ വീണുപോയവരാണ് അശ്വതി നക്ഷത്രക്കാർ. ചിലർ മറ്റുള്ളവർക്കായി ജാമ്യം നിന്നതിന്റെ പേരിൽ കോടതി കയറേണ്ടി വരികയും സ്വന്തം ശമ്പളം മുഴുവൻ കടം വീട്ടാനായി മാറ്റിവെക്കേണ്ടി വരികയും ചെയ്തിട്ടുണ്ട്. കുടുംബജീവിതത്തിലും ദാമ്പത്യത്തിലും കടുത്ത അസ്വാരസ്യങ്ങൾ നിറഞ്ഞതായിരുന്നു കഴിഞ്ഞകാലം. പരസ്പരം സംസാരിക്കാൻ പോലും ഇഷ്ടപ്പെടാത്ത രീതിയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിച്ചേർന്നു. എന്നാൽ ഇനിയങ്ങോട്ട് നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ധനമെല്ലാം തിരികെ ലഭിക്കുന്ന ഒരു നല്ല കാലമാണ് വരുന്നത്. പുതിയ വീടോ വാഹനമോ വാങ്ങാൻ സാധിക്കും. ലോണുകൾ വളരെ എളുപ്പത്തിൽ അനുവദിച്ചു കിട്ടും. അശ്വതി നക്ഷത്രക്കാർക്ക് കേതുവിന്റെ സ്വാധീനവും ശനിയുടെ ദോഷവുമായിരുന്നു ഇത്രയും കാലം ദുരിതങ്ങൾക്ക് കാരണമായിരുന്നത്. ഇതിന് പരിഹാരമായി നിങ്ങൾ ഗണപതി ഭഗവാനെയും മുരുകനെയും ഭക്തിപൂർവം പ്രാർത്ഥിക്കണം. ചൊവ്വാഴ്ച ദിവസങ്ങളിൽ രാവിലെ ക്ഷേത്രദർശനം നടത്തുകയും ഗണേശകവചം ജപിക്കുകയും ചെയ്യുന്നത് നിങ്ങളുടെ എല്ലാ കഷ്ടപ്പാടുകളും മാറ്റി വലിയ ഭാഗ്യകാലം സമ്മാനിക്കും. ചൊവ്വാഴ്ചകളിൽ മുരുകന് മഷിവിളക്കി കത്തിക്കുന്നത് കൺദൃഷ്ടി ദോഷങ്ങൾ മാറാൻ ഏറെ സഹായിക്കും. അവസാനമായി നമ്മൾ പറയുന്നത് വിശാഖം നക്ഷത്രക്കാരുടെ കാര്യമാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ബിസിനസ്സിൽ പങ്കാളികൾ കാരണം വലിയ തകർച്ച നേരിട്ടവരാണ് വിശാഖം നക്ഷത്രക്കാർ. നിങ്ങൾ വിശ്വസിച്ച് ഏൽപ്പിച്ച കാര്യങ്ങൾ അവർ സ്വന്തം ലാഭത്തിനായി മാറ്റിയപ്പോൾ വലിയ തോതിലുള്ള അപമാനമാണ് നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നത്. സമൂഹത്തിലൊട്ടേറെ അപവാദങ്ങൾ കേൾക്കേണ്ടി വന്നു. മാനഹാനി കാരണം പുറത്തിറങ്ങാൻ പോലും മടിച്ച ദിവസങ്ങളുണ്ടായിരുന്നു. ദാമ്പത്യ ജീവിതത്തിലും കടുത്ത അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നു. കുട്ടികളുടെ കാര്യത്തിലും പലവിധ തടസ്സങ്ങൾ നേരിട്ടു. അവരുടെ ആരോഗ്യവും പഠനവും നിങ്ങളെ എപ്പോഴും ആശങ്കപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇനിയങ്ങോട്ട് ബിസിനസ്സിൽ വലിയ പുരോഗതിയും പുതിയ തൊഴിൽ മേഖലകളും കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ സത്യസന്ധത ഈ ലോകം തിരിച്ചറിയുന്ന കാലമാണിത്. ദാമ്പത്യത്തിലെ പ്രശ്നങ്ങളെല്ലാം മാറി ജീവിതത്തിൽ സമാധാനം കൈവരും. വിശാഖം നക്ഷത്രക്കാർക്ക് ഗുരുവിന്റെ അനിഷ്ടസ്ഥാനവും ശനിയുടെ ദോഷവുമായിരുന്നു ദുരിതങ്ങൾക്ക് കാരണമായിരുന്നത്. ഇതിന് പരിഹാരമായി ഇവർ വ്യാഴാഴ്ച ദിവസങ്ങളിൽ രാവിലെ വിഷ്ണു ക്ഷേത്രത്തിൽ പോയി തുളസിമാല സമർപ്പിച്ചു പ്രാർത്ഥിക്കുക.
ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രം ദിവസവും രാവിലെ കുളിച്ചതിനു ശേഷം ജപിക്കുന്നത് കഴിഞ്ഞകാല ദുരിതങ്ങളെല്ലാം മാറ്റി നിങ്ങളുടെ ജീവിതത്തിൽ വലിയ രാജയോഗം കൊണ്ടുവരും. വ്യാഴാഴ്ചകളിൽ ബ്രാഹ്മണർക്കോ മുതിർന്നവർക്കോ ദാനം നൽകുന്നത് ഗുരുപ്രസാദത്തിന് കാരണമാകും. ഈ പറഞ്ഞ 13 നക്ഷത്രക്കാർക്കും ഇനിയങ്ങോട്ട് കഷ്ടപ്പാടുകളുടെ കാലം മാറി വലിയ ഭാഗ്യത്തിന്റെ നാളുകളാണ് വരാൻ പോകുന്നത്. ഗ്രഹനിലകൾ പൂർണ്ണമായും നിങ്ങൾക്ക് അനുകൂലമായി മാറിക്കഴിഞ്ഞു. അതിനാൽ കഴിഞ്ഞകാല സങ്കടങ്ങൾ ഓർത്ത് ഇനി നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ടതില്ല. പൂർണ്ണമായ ഈശ്വരവിശ്വാസത്തോടെയും ആത്മവിശ്വാസത്തോടെയും മുന്നോട്ടു പോവുക. നിങ്ങളുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ മാറാനും ഞങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനകളിൽ നിങ്ങളുടെ പേരുൾപ്പെടുത്താനും നിങ്ങളുടെ പേരും നക്ഷത്രവും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഈ അറിവ് നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് എത്തിക്കാനായി ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഓർക്കുക. എല്ലാവർക്കും ഐശ്വര്യപൂർണമായ ഒരു നല്ല നാളെ ആശംസിക്കുന്നു.